ഇപ്പോൾ 51 എന്ന് പറയുന്നത് ഒരു കൊലീനിയർ പോയിന്റുകളെ കുറിച്ചാണ്. 3 പോയിന്റ് ഇവിടെ കൊലീനിയർ ആണെന്ന് പറയുന്നു. 3 പോയിന്റ് കൊലീനിയർ ആണ് എങ്കിൽ നമുക്ക് പല കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇവയുടെ സ്ലോപ്സ് സെയിം ആണ് എന്ന കണ്ടീഷനാണ്. മറ്റ് പല മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്സ് സെയിം. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് പി ക്യു അത് തന്നെ ഇൻറ്റീജേഴ്സ് മാക്സിമം, അതായത് വേരിയബിൾസ് ഇല്ലാത്ത രീതിയിൽ കളക്ട് ചെയ്യുക. സ്ലോപ്പ് ഓഫ് പി ക്യു എന്തായാലും വേരിയബിൾ വരും. 2a - 5 ഡിവൈഡഡ് ബൈ a - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പി ആർ കളക്ട് ചെയ്താൽ 30 - 5 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ 5 ആണ്. ഇവിടെ അടുത്തുള്ളത് പി ആർ ആണ്, ഇവിടെ പി ക്യു. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2a - 5 ഈസ് ഈക്വൽ ടു 5 × a 5a minus 35. So 35 minus 5 that is equal to 30. 30 is equal to 3a. Therefore a is equal to 10. A is equal to 10 എന്നുള്ള ഓപ്ഷൻ അവിടെ ഈ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52. 2 സ്ട്രെയിറ്റ് ലൈൻസ് പാരലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഫോർ പാരലിസം. 2 സ്ട്രെയിറ്റ് ലൈൻ പാരലാണെങ്കിൽ എന്താണ് കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്സ് സെയിം ഓഫ് കോഴ്സ്. അതിനേക്കാൾ എളുപ്പത്തിൽ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? a1/a2 ഈസ് ഈക്വൽ ടു b1/b2 ആണ്. സോ ഹിയർ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4/6 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ k. 4/6 ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ k. സോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. k ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 4. സിമ്പിളായ ആൻസറായി. 36 ഡിവൈഡ് ബൈ 4 ആൻസർ. ഓക്കെ, 9. അടുത്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ A2 ഈസ് എ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ y ഈസ് ഈക്വൽ ടു 2x - 4 ആൻഡ് y ഈസ് ഈക്വൽ ടു x + c. ദ വാല്യൂ ഓഫ് c ഈസ് ഈക്വൽ ടു. ഇതിന് മുമ്പ് ഒരു പ്രോബ്ലം നമ്മൾ ഇതേപോലെ ചെയ്തതാണ്. ഒരു പോയിന്റ് തന്നിരിക്കുന്നു, ഒരു പരാബോളയും ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും. A2 ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2 ഈസ് ഈക്വൽ ടു ഇതാണ് പോയിന്റ് XY എന്നുള്ള പോയിന്റ്. X ഈസ് A, Y ഈസ് 2. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇവിടെയുള്ള y, ആ വൈക്ക് വരെ നമ്മൾ 2 കൊടുക്കും. 2 ഈസ് ഈക്വൽ ടു 2 × x 2a - 4. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ഇക്വേഷൻ നമ്പർ 2-ൽ ഇതേ പോയിന്റ് കൊടുക്കുന്നു. y ഈസ് ഈക്വൽ ടു x + c. ഇതാണ് ഇക്വേഷൻ. y ഈക്വൽ ടു x + c. അതായത് 2 ഈസ് ഈക്വൽ ടു a + c. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 ആയി. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സബ്ട്രാക്ട് ചെയ്താൽ 4 - 2. 4 - 2 എന്താണ്? 2 ആണ്. 2 ഈസ് ഈക്വൽ ടു 2a - 2a ക്യാൻസൽ ആയി കഴിഞ്ഞു. സോ 2c + 4 എന്ന് കിട്ടും. അവിടുന്ന് സിൻ്റെ വാല്യൂ കിട്ടും. എന്താണ് സിൻ്റെ വാല്യൂ? സിൻ്റെ വാല്യൂ വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്, -1. അപ്പോൾ 4 - 2 ആണല്ലോ 2. C equal to -1. So option A is here. And next question 54. 54ലേക്ക് പോവുകയാണ്. The maximum value of 7x + 5y subjected to 2x + y less than or equal to 100, 4x + 3y less than or equal to 240, x, y greater than or equal to 0. സാധാരണ രീതിയിൽ ചോദിക്കാറില്ലാത്തൊരു ഏരിയയാണ് ഇത്. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക, ലീനിയർ ഇനീക്വാളിറ്റി ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യേണ്ട ആ ഒരു ഭാഗം. അപ്പോൾ ഇത് കാരണം ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ, അതുകൊണ്ട് സാധാരണ ചോദിക്കാറില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ഗ്രാഫുകൾ വരച്ചു പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഇത് സോൾവ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്കറിയാലോ. രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻ്റേ ഉള്ളൂ, നെഗറ്റീവിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ 2 ലൈനാണ് മനസ്സിൽ വന്നു കഴിഞ്ഞു.
അത് സോൾവ് ചെയ്യേണ്ടി വരും. ആദ്യമേ തന്നെ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. അടുത്തതിൽ 4x ആണ്. 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 240. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 200. സോ സബ്ട്രാക്റ്റിംഗ് y ഈസ് ഈക്വൽ ടു 40. അത് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈസ് ഈക്വൽ ടു 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2x ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. x ഈക്വൽ ടു 30. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 30 ആൻഡ് 40 ആണ്. ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ബൈ 100 വാട്ട് യു ക്യാൻ സേ ഈസ്, ഇവിടെ നമുക്ക് എന്താണ് 50 ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 50 ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് എക്സിൽ 50യും വൈയിൽ 100ഉം. ഇതാണ് ഒരു ലൈൻ. അടുത്തതോ ഇവിടെ എന്തുണ്ടാവും, 50 ഉണ്ടാവും, ഇവിടെ 100 ഉണ്ടാവും. അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 240 ആൻഡ് 4 ഡിവൈഡ് ബൈ എന്ത് വരും, ഡിവൈഡ് ബൈ 60 വരും. ഇവിടെ ഡിവൈഡ് ബൈ 80 വരും. 1 ചെയ്ത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താണ്. ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താണ്. അതായത് 240 കൊണ്ട് എല്ലാ ടൈമിനെയും ഡിവൈഡ് ചെയ്താൽ x ഡിവൈഡ് ബൈ 60 പ്ലസ് y ഡിവൈഡ് ബൈ 80 ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഇവിടെ x ഇൻ്റർസെപ്റ്റ് 80യും y ഇൻ്റർസെപ്റ്റ് 60യുമാണ്. വരച്ചു. ഇതാണ് നമ്മളുടെ റീജിയൻ. ഈ റീജിയൻ്റെ ബൗണ്ടറീസ് നമുക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 50 0 is here, 0 80 is here, and already you have find this 30 and 40. സാധാരണ ബോക്സ് വരയ്ക്കുന്ന പോലെ ഒന്നും ബോക്സ് വരയ്ക്കൊന്നും വേണ്ട, നേരിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നതെന്ന് മനസ്സിലാവും. മാക്സിമം ഈസ് എന്താണ്, 410. 20 ഇവിടെ 21, ഇവിടെ 20. 210 പ്ലസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 410. ഓക്കെ. അപ്പോൾ ഇത് ലീനിയർ ഇനീക്വാളിറ്റിയുടെ LPPയുടെ ഒരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോബ്ലം ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോക്സൊക്കെ വരച്ച് എക്സിന് 0 കൊടുത്ത് വൈക്ക് 0 കൊടുത്ത് അങ്ങനെയെല്ലാം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 55. എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 3 6 ആൻഡ് പാസസ് ത്രൂ -1 1 ഇറ്റ്സ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടി, ഇനി റേഡിയസ് കിട്ടിയാൽ മതി. ഇതാണ് സർക്കിള്. 3 6 എന്നുള്ള പോയിൻ്റ് ഉണ്ട്. ഇവിടെ -1 1 ഉണ്ട്. ഈ റേഡിയസ് ഇതാണ്. റേഡിയസ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 - 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 41. റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് 41. റേഡിയസ് ഈക്വൽ ടു റൂട്ട് 41 ആണ്. ഇനി സെൻറ്റർ ഇവിടെ കിട്ടിയിരിക്കുന്നു. സോ ദ ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ. y മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 41 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 41. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു x സ്ക്വയർ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു y സ്ക്വയർ ഉണ്ടാവും. അതൊക്കെ അറിയാമല്ലോ, കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യാണ്ട് തന്നെ നേരിട്ട് അറിയാം. അപ്പോൾ ഇനി ആ ടേമുകൾ നോക്കിയാൽ മതി. x സ്ക്വയർ ടേം, y സ്ക്വയർ ടേം, ഇവിടെ ഒരു 6x, ഇവിടെ എന്തുണ്ടാവും 12y. ഓക്കെ. പിന്നെ ഇവിടെ ഒരു 9 ഉണ്ടാവും, ഇവിടെ ഒരു 36 ഉണ്ടാവും. 9 പ്ലസ് 36 ഇവിടെ 41. അത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് നമുക്ക് വേണ്ടത്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഹിയർ 41 36, അവിടെ 5 ഉണ്ടാവും. ചെയ്താൽ മനസ്സിലായെന്ന് കരുതും. x സ്ക്വയർ y സ്ക്വയർ, ഇവിടെ 6x, ഇവിടെ 12y. എന്താ 6x മൈനസ് 6x മൈനസ് 12y. ഓക്കെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. സെൻറ്റർ ആൻഡ് റേഡിയസ്. സെൻറ്ററും റേഡിയസും ഇതും വളരെ സിമ്പിളായ പ്രോബ്ലമാണ്. എന്താണ് ആൻസർ? -g -f അതാണ് സെൻറ്റർ. ആൻഡ് റേഡിയസ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. -g -f എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -4, അതിൻ്റെ ഹാഫ് അതിൻ്റെ നെഗറ്റീവ്, സോ 2. വൈൻ്റെ കോഎഫിഷ്യൻ്റ് അതിൻ്റെ ഹാഫ് അതിൻ്റെ നെഗറ്റീവ് 2 - 1.
2 - 1 ഉള്ള ആൻസർ 2 ഉണ്ട്. അപ്പോൾ റേഡിയസ് കൂടി നോക്കണം. റേഡിയസ് g² എത്ര? √4 + 1 - c 0 ആണ്. √5. √5 is here. √5. അടുത്ത പ്രോബ്ലം 56, 57. The equation of the circle whose radius is √7 and concentric with the circle. ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ട്. ആ സർക്കിളിന് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ. പക്ഷേ അതിൻ്റെ റേഡിയസ് മാത്രം മാറും. റേഡിയസ് എത്രയാണ്? √7. സോ 50 ഇവിടെ ഈ ആദ്യം തന്നിട്ടുള്ള സർക്കിൾ, ആ സർക്കിളിൻ്റെ സെൻറ്റർ മാത്രം കണ്ടുപിടിക്കാം. ആ സർക്കിളിൻ്റെ സെൻറ്റർ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് അതിൻ്റെ ഹാഫ് അതിൻ്റെ -4, വൈൻ്റെ കോയഫിഷ്യൻ്റ് അതിൻ്റെ ഹാഫ് അതിൻ്റെ -3. ഇനി എന്താണ്? റേഡിയസ് √7 ആണ്. റേഡിയസ് √7 തൊട്ട് മുമ്പ് ചെയ്ത് അതേപോലെ പറയാം. എന്താണത്? x - 4 the whole square plus y plus 3 y minus y plus 3 the whole square is equal to √7 the whole square, that is equal to 7. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഒരു x² ടൈം y² ടൈം അതെല്ലാത്തിലും ഉണ്ടാവും, നോക്കേണ്ട കാര്യമില്ല. പിന്നെന്താണ്? 8x -8x അതും എല്ലാത്തിലും ഉണ്ടോ? അതും നോക്കേണ്ട കാര്യമില്ല. 6y അതും എല്ലായിടത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെന്താ? കോൺസ്റ്റന്റ് ടൈം മാത്രമേ നോക്കിയാൽ മതി, ബാക്കി എല്ലാം സെയിം ആയിപ്പോയി. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് പരിപാടി നടക്കില്ല. നേരത്തെ പ്രോബ്ലം ചെയ്തപോലെ പെട്ടെന്ന് പരിപാടി നടക്കില്ല. ഇവിടെ എല്ലാ ടൈമും ഇവിടം വരെ എല്ലാം സെയിം ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ടൈം മാത്രം നോക്കിയാൽ മതി. കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താ കോൺസ്റ്റന്റ് ടൈം? 16. ഇവിടെ 16 + 9 25. റൈറ്റ് സൈഡിലോ 7. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ 18 അവിടെ ഉണ്ട്. ഇതാ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 58. The vertex of the parabola y is equal to x² - 2x + 4 is shifted p unit to the right and then q unit up. The resulting point is 4, 5. Then the values of p and q respectively are. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ പരാബോള ഉള്ളതെന്ന് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദിസ് പരാബോള നോക്കണം. നമുക്കറിയാവുന്ന പരാബോള y² = x² എന്നുള്ള പരാബോള അറിയാം. y = x² എന്നുള്ള പരാബോളയുടെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാണ് y = x² എന്നുള്ള പരാബോളയുടെ ഗ്രാഫ്. പക്ഷേ തന്നിട്ടുള്ള പരാബോള അങ്ങനെയല്ല. അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? തന്നിട്ടുള്ള പരാബോള ഇതാ ഇങ്ങനെയാണ്. x² - 2x പിന്നെ ഉള്ളത് +4 ആണ്. ഞാനതിനെ +1 + 3 എന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് y = എന്തിനാണ് എഴുതിയെന്ന് ഇപ്പോൾ മനസ്സിലാവും. x - 1 the whole square + 3 ആണത്. അപ്പോൾ ഈ ഗ്രാഫ്, ഇതിപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് y = x - 1 the whole square + 3 എത്തിയത്? ആദ്യം y = x² എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ടായിരുന്നു, അതിതാണ്. ആ ഗ്രാഫിനെ 1 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് y = x - 1 the whole square കിട്ടി. അതാണ് ഈ ഗ്രാഫ്. ഓക്കെ, അതിനെ വീണ്ടും 3 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3 യൂണിറ്റ് അതിനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. +3 എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 1, 2, 3 ഇതാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഗ്രാഫ്. ഓക്കെ, ഇപ്പോഴത്തെ ഗ്രാഫ് നോക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് 1, 2, 3 1, 2, 3 ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഈ പരാബോളയുടെ വെർട്ടെക്സ് ഇപ്പോൾ എന്താണ്? ഈ പരാബോളയുടെ വെർട്ടെക്സ് 1, 3 ആണ്. ഇപ്പോൾ നിങ്ങൾ കിട്ടിയിട്ടുള്ള പരാബോളയുടെ വെർട്ടെക്സ് 1, 3 ആണ്. ഓക്കെ, ഇതിനെ എന്ത് ചെയ്തു? ഈ ഷിഫ്റ്റഡ് p യൂണിറ്റ് റൈറ്റ് ഇങ്ങോട്ട് കുറച്ച് മാറ്റി, ആൻഡ് q യൂണിറ്റ് അപ്പ് മുകളിലേക്ക് മുറിച്ച് മാറ്റി. ഇപ്പോൾ പരാബോള ഇങ്ങനെയായി മാറി. സോ വാട്ട് ഈസ് ദ
വെർട്ടെക്സ്, ഇപ്പോൾ പരാബോള എങ്ങനെയാണുള്ളത്, ഇതിൻ്റെ വെർട്ടെക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് വെർട്ടെക്സ്? 4, 5. ഇപ്പോൾ സംഭവം വളരെ സിമ്പിളായല്ലോ. അതായത് ഈ വണ്ണിൽ നിന്ന് ഇത് 4-ലെത്തി. അപ്പോൾ എത്ര യൂണിറ്റ് ഇവിടെ മൂവ് ചെയ്യണം? ഇവിടെ 3 യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ പീൻ്റെ വാല്യൂ കിട്ടി, അതാണ് പി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇത് 3 ആയിരുന്നു. 3യിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറണം. എത്ര കയറണം? 5-ലെത്തണം. ഇവിടെ 5 ഉള്ളത്, ഇവിടെ 3 ആയിരുന്നു. 3യിൽ നിന്ന് 5-ലേക്ക് എത്തണം. അപ്പോൾ എത്ര? 2 യൂണിറ്റ്. ഇതാണ് പി, ഇതാണ് ക്യൂ. സോ പി ഈസ് ഈക്വൽ ടു 3 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 2. സോ ദ ആൻസർ ഈസ് 3, 2. ഓപ്ഷൻ ഡി. ഇത് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ, ഗ്രാഫിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. അതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അടുത്തത് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ഇത് വേറൊരു പരാബോളയാണ്. അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. സോ വൈ ഈസ് ഈക്വൽ ടു, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ x² മൈനസ് 10x പ്ലസ് 16 പ്ലസ് 7i. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു x² മൈനസ് 10x പ്ലസ് എത്രയെന്ന് എഴുതണം? ഇതിപ്പോൾ 23 ഉള്ളത്. 23 എഴുതിയാൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നേരത്തെ എഴുതിയ പോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ 3 ടേം ഒരു പെർഫെക്റ്റ് സ്കോർ ആകുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഐ വിൽ റൈറ്റ് 25 ഹിയർ, -3, സോറി -2, -3 അല്ല -2. y ഈസ് ഈക്വൽ ടു x മൈനസ് 5 ദ ഹോൾ സ്ക്വയർ. കിട്ടിയല്ലോ, -2. നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് പോയ വഴികൾ നോക്കാം. ആദ്യം y ഈസ് ഈക്വൽ ടു x² എന്നുള്ള ഗ്രാഫ് ഉണ്ടായി. അതിനുശേഷം അത് x-5 എന്നുള്ള ഗ്രാഫായി മാറി. x-5 ദ ഹോൾ സ്ക്വയർ ആയി. അതിനുശേഷം അത് x-5 ദ ഹോൾ സ്ക്വയർ -2 ആയി മാറി. ഈ വഴിക്ക് ഈ ഗ്രാഫിനെ കൊണ്ടുപോയാൽ നമുക്ക് ഫൈനൽ ആൻസറിലെത്തും. ഇതാണ് y ഈക്വൽ ടു x². അതിനെ 5 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതിനെ 2 യൂണിറ്റ് താഴേക്ക് കൊണ്ടുവന്നു. 1, 2, 2 യൂണിറ്റ് താഴെ -2. വെർട്ടെക്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സേ ദ വെർട്ടെക്സ്. വന്ന വഴി നമ്മൾ പറയാറില്ലേ, വന്ന വഴി മറക്കരുതെന്ന് പറയാറില്ലേ, അതാണ്. വാട്ട്സ് ആൻസർ? 5 ഈസ് ഹിയർ, -2 ഈസ് ഹിയർ. അപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീയിലെല്ലാം ഇത് മിസ്റ്റേക്ക് ആയിട്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞാൽ പല കാര്യങ്ങളും നോക്കുക, ഒഫീഷ്യൽ ആൻസർ കീ ആയിട്ട് വ്യത്യാസങ്ങളുണ്ട്. കറക്റ്റായിട്ട് വരിക ഇതൊക്കെയാണ്. കറക്റ്റ് നിങ്ങൾ പല ആളുകളും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓഫ് കോഴ്സ്. അപ്പോൾ അതിനുള്ള കറക്ഷൻസ് അവിടെ വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം. എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കും. ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് റാങ്കിലൊന്നും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങളിത് ആൻസർ കീ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവണം. 11. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ. മേജർ ആക്സ് ആൻഡ് മൈനർ ആക്സ് ഓഫ് ദ എലിപ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 400 x² പ്ലസ് 100 y² ഇസ് ഈക്വൽ ടു 4, 0, 0, 0, 0. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തായി? x² ഡിവൈഡഡ് ബൈ 100 പ്ലസ് y² ഡിവൈഡ് ബൈ 400. ദാറ്റ്സ് ഈക്വൽ ടു 1. മേജർ ആക്സിസ് മൈനർ ആക്സിസ് വളരെ സിമ്പിളായി. ഇപ്പോൾ ഇതാണ് മൈനർ ആക്സിസിൻ്റെ ഭാഗം. സോ b ഈസ് ഈക്വൽ ടു 10 ആൻഡ് a ഈസ് ഈക്വൽ ടു 20. 2b ഈസ് ഈക്വൽ ടു 20. ഇതാണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. 2a ഈസ് ഈക്വൽ ടു 40. ഓക്കെ, 40 ആൻഡ് 20. 40 ആൻഡ് 20. ദാറ്റ് ഈസ് ആൻസർ സി. അടുത്തത് വീണ്ടും സിമ്പിളായ പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ്. എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് നമ്മൾ C/A എന്നെല്ലാം പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സി എല്ലാം കണ്ടുപിടിച്ച് പോകേണ്ട സമയമൊക്കെ ലാഭിക്കണം. സോ NCERT ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതിൽ നിന്ന് ഒരല്പം വ്യത്യാസമായി നമ്മൾ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് b² ബൈ a² അല്ലെങ്കിൽ a² മൈനസ് b² ബൈ a² എന്ന രീതിയിലുള്ള ഫോർമുലയിലേക്ക് പോകണം. സി ഒന്നും കണ്ടുപിടിച്ച് സമയം കളയേണ്ടതില്ല എന്നർത്ഥം. സോ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ
1 minus 1 by 4. 1 minus 1 by 4 is equal to, ആൻസർ ആയല്ലോ, റൂട്ട് ഓഫ് 3 by 4, റൂട്ട് 3 by 2 എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടാവും? യെസ്, റൂട്ട് 3 by 2. റൂട്ട് 3 by 2 ഇസ് ദ ആൻസർ. റൂട്ട് 3 by 2 ഓപ്ഷൻ ഡി. പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. നമ്മൾ NCERT നമ്മൾ പഠിച്ച് സ്കൂളിൽ പഠിച്ച് അതേപോലെ സി എല്ലാം കണ്ടുപിടിച്ച് പോകരുത്. ഇതൊക്കെ നമുക്ക് എൻട്രൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. അഗെയിൻ ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ ഹൈപ്പർബോള. ഇതും വളരെ ഡയറക്റ്റ് ആയ പ്രോബ്ലം ആണ്. നമുക്കിതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ x² ഡിവൈഡ് ബൈ 2 മൈനസ് y² ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1. സ്റ്റാൻഡേർഡ് ഫോർമുലയിലെത്തി. ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം L dash, that is equal to 2b² by a. 2b² by a is equal to 2 into b². അത് 3 തന്നെയാണ്. ഡിവൈഡ് ബൈ a റൂട്ട് 2. 2 റൂട്ട് കട്ട് ചെയ്താൽ ഇവിടെ റൂട്ട് 2 വരും. അപ്പോൾ 3 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. റൂട്ട് 2 ക്യാൻസലായി. സോ 3 റൂട്ട് 2. 3 റൂട്ട് 2 എന്ന് പറയുന്ന ആൻസർ അവിടെ ഓപ്ഷൻ ഇയിൽ കാണാവുന്നതാണ്. സോ ഹിയർ ഈസ് യുവർ ആൻസർ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 63. ആൻഡ് സം പ്രോബ്ലംസ് ഫ്രം വെക്ടേഴ്സ്. u and v are given. u cross v the whole square plus u dot v the whole square. അത് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ്. a dot b the whole square plus a cross b the whole square. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? ഓർമ്മയുണ്ടോ? മോഡ് യു സ്ക്വയർ പ്ലസ് മോഡ് വി സ്ക്വയർ പ്ലസ് അല്ല ഇൻറ്റു. സോ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഒന്ന് സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയുണ്ട്. മോഡ് യു സ്ക്വയർ മോഡ് വി സ്ക്വയർ അത് കോമൺ ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അത് 1 ആയിപ്പോയല്ലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയിപ്പോയി. സോ ദിസ് ഈക്വൽ ടു എന്താണ് വരിക? മോഡ് യു സ്ക്വയർ പ്ലസ് മോഡ് വി സ്ക്വയർ. മോഡ് യു സ്ക്വയർ ഇവിടുന്ന് കാണാം 1 പ്ലസ് 9 പ്ലസ് 4 ഇൻറ്റു മോഡ് വി സ്ക്വയർ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം 4 പ്ലസ് 16 പ്ലസ് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 45. 14 into 45. Answer 630. 63. 630 വരും. ഇവിടെ ഇതാണ് ഓർക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ മോഡ് യു സ്ക്വയർ ഇൻറ്റു മോഡ് വി സ്ക്വയർ. ഇവിടെ ആദ്യത്തേൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, രണ്ടാമത്തിൽ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. കോമൺ ആയിട്ട് എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബാലൻസ് 1 ആയി. നെക്സ്റ്റ് വൺ, ദ ഡയറക്ഷൻ കൊസൈൻ. ഡയറക്ഷൻ കൊസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്ടർ ആക്കിയാൽ മതി. യൂണിറ്റ് വെക്ടർ ആക്കണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് എന്താണ്? മോഡുലസ് ഓഫ് എ. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് എ. ഇത് എ ആണ് എങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 തന്നെ പ്ലസ് 25 പ്ലസ് 64. So it is 90 comes. Root 90 is equal to root of 9 into 10 ആണ്. That is equal to 3 root 10. ഓക്കെ, 3 root 10 എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. എല്ലായിടത്തും ഇല്ല. ഉള്ള സ്ഥലത്ത് വീണ്ടും നോക്കുക. അതിൻ്റെ ന്യൂമറേറ്റർ എന്ത് വേണം? 1 minus 5 8. 1 minus 5 8. അത് വരുന്ന രീതിയിൽ. ഇത് ഓപ്ഷൻ ബി ആണ്, ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി ന്യൂമറേറ്റർ 1 minus 5 8 വന്നാൽ മതി. 1 minus 5 8 ഡിനോമിനേറ്റർ ഇത്. അടുത്ത പ്രോബ്ലം, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം, ദെൻ ടാൻ തീറ്റയാണ് വേണ്ടത്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടാൻ തീറ്റ. ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് തൽക്കാലം എന്ത് കണ്ടുപിടിക്കാം? കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റയ്ക്ക് ഒരു ഫോർമുലയുണ്ട്. എന്താണത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. That is equal to a dot b 1 into 2 plus 3 minus 1. Okay, ശരിയല്ലേ?
മൈനസ് 1. ഓക്കെ, ശരിയാണ്. ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു റൂട്ട് ഓഫ് 9 + 1 √14 √14. 9 + 1 10 10 4 √14. That is equal to 4 divided by √42 comes. √42. 4 divided by √42. അത് കോസ് തീറ്റയാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഉണ്ടായേക്കാം, ഇല്ലേ? ഭാഗ്യം. പലപ്പോഴും ഇങ്ങനെ ഒരു ആൻസർ തന്നിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് നമ്മൾ ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മറന്നുപോയി ചെയ്ത് കിട്ടിയ ആൻസർ, ഒരു ആൻസർ കിട്ടിയല്ലോ, അതവിടെ ഉണ്ടോ എന്ന് നോക്കി ആൻസർ ചിലപ്പോൾ മാർക്ക് ചെയ്ത് കളയും. നമുക്ക് ടാൻ തീറ്റയാണല്ലോ വേണ്ടത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു. ഈ ആംഗിൾ തീറ്റയാണ്. കോസ് തീറ്റ അവിടെ കിട്ടി. 4 divided by √42. അപ്പോൾ ഇതിവിടെ എത്ര? 42 minus 16. 26. So this is 26. Okay. Therefore tan theta is equal to √26 divided by 4. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. √26 divided by 4. ഓക്കെ. അടുത്ത പ്രോബ്ലം. ദ വാല്യൂ ഓഫ് ലാംഡ സച്ച് ദാറ്റ്, ഇത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. വളരെ സിമ്പിളാണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. സോ 2 × 3 6 minus 2 lambda is equal to 0. Therefore lambda is equal to 3. അടുത്ത പ്രോബ്ലം. വീണ്ടും വളരെ സിമ്പിളായ വെക്ടേഴ്സിൽ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ദ വാല്യൂസ് ഓഫ് ആൽഫ സോ ദാറ്റ് മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു 3. Therefore we can say that its modulus square is equal to 9. മോഡുലസ് ഈക്വൽ ടു 3 ആണെങ്കിൽ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. Therefore ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 9. എക്സ്പാൻഡിങ് ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 2 ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ, പിന്നെ ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 9 ആണ്. സോ മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ആൽഫ ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് തെറ്റിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം. പ്ലസ് 4ac നോക്കട്ടെ. ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 9. ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ 2 ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1 പ്ലസ് 4 5. ലെഫ്റ്റ് സൈഡിൽ 5. അപ്പോൾ ഇവിടെ 4 അല്ലേ വരിക? സോറി, ഇവിടെ 5 ആണ്. ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള പ്രശ്നം പറ്റിയതാണ്. ഓക്കെ. ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ, ഇവിടെ ഇപ്പോൾ 5 ഉണ്ട്. 5 ഇവിടെ ബാക്കിയുള്ളത് -4 ആണ്. ഈസ് ഈക്വൽ ടു 0. കാരണം ഓപ്ഷന് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൽ ഇവിടെ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് എന്താണ് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റൂട്ടിനുള്ളിൽ പെർഫെക്റ്റ് സ്ക്വയർ വരണമല്ലോ. അപ്പോൾ തന്നെ നമുക്കറിയാം തെറ്റിപ്പോയിട്ടുള്ള കാര്യം. അപ്പോൾ കാൽക്കുലേഷനൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. 2 ആൽഫ സ്ക്വയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. Therefore alpha plus 2 into alpha minus 1 is equal to 0. Therefore alpha is equal to -2 or 1. Alpha is equal to -2 or 1. -2 or 1. Option E is there. Okay. What is the problem?
68 വാല്യൂ ഓഫ് ഇവിടെ രണ്ട് വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. വെക്ടർ എ ഈസ് ഗിവൺ, വെക്ടർ ബി ഈസ് ഗിവൺ. വട്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഈസ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. അത് നമുക്കൊരു ഡയറക്റ്റ് ഫോർമുലയാണ് അല്ലേ. വെക്ടർ എ പ്ലസ് ബി ഡോട്ട് വെക്ടർ എ മൈനസ് ബി. ചില കുട്ടികളെല്ലാം നേരിട്ട് എ പ്ലസ് ബി കാണാൻ നോക്കും, എ മൈനസ് ബി കാണും, അതിനുശേഷം ഡോട്ടഡ് എടുക്കും. നമുക്ക് സമയമില്ല എന്നൊന്നും. എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളായ ഫോർമുല. ഇതൊക്കെ എൻ സി ആർ ടി പ്രോബ്ലം തന്നെയാണ്, എൻ സി ആർ ടി ഉണ്ടതെല്ലാം. വട്ട് യു റൈറ്റ് ഈസ് മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. ഇവിടെ മോഡ് എ സ്ക്വയർ എത്രയാണ്? 4 + 4 8, 8 + 9 17 മൈനസ് ഓക്കെ ആണല്ലോ. ഇവിടെയോ 4 + 2 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 9 അല്ല 11. ഓപ്ഷൻ ഡി ഈസ് ദർ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. 68 കഴിഞ്ഞാൽ 69. ഓക്കെ, ഇവിടെ പറയുന്നത് വെക്ടർ എ ഈസ് ഗിവൺ ആൻഡ് വെക്ടർ ബി. വെക്ടർ ബിയിൽ ഒരു വേരിയബിൾ ഉണ്ട് ലാംഡ. ഇഫ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് ഈക്വൽ ടു ദ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. അതെന്താ സംഭവം? വാട്ട് ഈസ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. വാട്ട് ഈസ് ദാറ്റ്? വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ഡിവൈഡ് ബൈ മോഡ് എ. മുകളിലത്തെ രണ്ട് ക്യാൻസൽ ആയാൽ വാട്ട് യു ക്യാൻ സേ? മോഡുലസ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ബി. അതാണ് കാര്യം. പ്രൊജക്ഷൻ ഓഫ് അത് ജോമെട്രിക്കലായിട്ടെല്ലാം കാണാൻ പറ്റും. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ബി എന്നാണ്. ദെയർഫോർ ഇറ്റ്സ് സ്ക്വയേഴ്സ് ആർ സെയിം. വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? 14. 9 + 1 10, 10 + 4 14. 14 is equal to lambda square plus 9. So lambda square is equal to എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 9 + 5 ആണല്ലോ 14. ലാംഡ ഈസ് ഈക്വൽ എത്ര? +or-5. +or- ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉണ്ടോ? +or-5 ഉണ്ട്, +or-√5 ഉണ്ട്. ഓപ്ഷൻ ഇ ഈസ് ദെയർ. അടുത്ത പ്രോബ്ലം. ഇവിടെ വീണ്ടും അടുത്തൊരു വെക്ടറിൻ്റെ വളരെ സിമ്പിളായ പ്രോബ്ലം. വെക്ടർ എ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും എ ഡോട്ട് ബിയും തന്നിരിക്കുന്നു. വി ഹാവ് ടു കാൽക്കുലേറ്റ് മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബി. മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് സ്ക്വയർ കൊടുക്കുമ്പോൾ അവസാനം റൂട്ട് എടുക്കാൻ മറന്നു പോരുത്, അതും പ്രശ്നമാണ്. മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ മൈനസ് 2 times എ ഡോട്ട് ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ 2 square 4 ആണ് പ്ലസ് 9 മൈനസ് 2 × 4 8. ദാറ്റ്സ് ഈക്വൽ ടു 13 മൈനസ് 8 5. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. 5 എന്നുള്ള ആൻസർ അവിടെ ഉണ്ട്, പക്ഷേ 5 ആൻസർ എന്താണ്? ഇത് നമ്മൾ സ്ക്വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ആണ്. സോ വാട്ട് യു നീഡ് ഈസ് √5. നമ്മൾ പലപ്പോഴും ഈ അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തന്നെ ഒരു കുറച്ച് നമ്മൾ ലെവലെല്ലാം അങ്ങ് പോകും. അപ്പോഴും നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ടും ഓപ്ഷൻ തെറ്റിപ്പോകുമ്പോഴുള്ള സങ്കടം ഉണ്ടല്ലോ. ആൻസർ കണ്ടുപിടിച്ചു, പക്ഷേ ആൻസർ തെറ്റിയില്ല, ഓപ്ഷൻ തെറ്റി. ഇവിടെ സ്ക്വയർ എടുത്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻട്രൻസിൻ്റെ പേപ്പറിൽ വളരെ വളരെ ശ്രദ്ധിക്കണം. അടുത്ത് എന്താണ്? 3D ജോമെട്രിയിലൊരു പ്രോബ്ലമാണ്. 3D ജോമെട്രി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഓൺ ദി സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളായിട്ട് ഈ പോയിന്റുകൾ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പോയിന്റുകളൊക്കെ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. കാരണം എവിടെ ആൻസർ എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഏറ്റവും എളുപ്പമുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ് ഒക്കെ ഉള്ള പോയിന്റുകൾ. അതൊക്കെ ഏറ്റവും എളുപ്പമുള്ള പോയിന്റുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 - 1 1/2 ആണ്. അടുത്തതിൽ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 + 1 7 7/4 ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് റോങ് ആണ്.
അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാം എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതൊന്നും വേണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തണ്ടേ. അപ്പോൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ശരിയാണെന്ന് കാണാൻ പറ്റും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2/2 അത് 1 ആണ്. അടുത്ത 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 + 1 4, 4/4 അതും 1 ആണ്. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 - 1 1 2, 2/2 അതും 1 ആണ്. 2/2 1. ഓക്കെ, സോ ആൻസർ സിമ്പിൾ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നോക്കാതെ തന്നെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു. അടുത്തത് എ പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ്. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, നോർമൽ വെക്ടറും ഉണ്ട്. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, ദർ ഈസ് എ നോർമൽ വെക്ടർ. അപ്പോൾ ഫോർമുല നിങ്ങൾക്കറിയാം എന്താണ്? r.n ഈസ് ഈക്വൽ ടു r.n ഈസ് ഈക്വൽ ടു വെക്ടർ r dot വെക്ടർ n, that is equal to വെക്ടർ a dot n. r dot n, r എന്ന് പറയുന്നത് xi plus yj plus zk ആണ്. n ഇത് അവിടെയുണ്ട്, ഇതാണ് വെക്ടർ n. അത് മറന്നു പോയത്, അത് അങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. അതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതാണ് ഗിവൺ പോയിന്റ്. ഗിവൺ പോയിന്റ് ആണ് വെക്ടർ എക്ക് വേണ്ടിയിട്ടുള്ളത്. നോർമൽ വെക്ടറാണ് വെക്ടർ n. ഈ പോയിന്റ് അങ്ങോട്ടും മാറിപ്പോയാൽ പറ്റുന്നൊരു ആൻസർ, അങ്ങനെ തിരിച്ചിട്ട ഒരു ആൻസർ അവിടെ ഉണ്ടാവും മിക്കവാറും. നമുക്ക് ആൻസർ കിട്ടിയെന്ന് കരുതി വളരെ ഹാപ്പിയായി മാറും, അത് പാടില്ല. സോ r dot n അവിടെ xi plus yj plus zk ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അത് നമുക്ക് ijk മാറ്റി xyz ഇട്ടാൽ മതി എന്ന് അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായി അല്ലേ. xi ക്യാബ് പ്ലസ് yj ക്യാബ് പ്ലസ് zk ക്യാബ് ഡോട്ട് വിത്ത് i plus j plus k is equal to a 0i plus j plus k dot with i plus j plus k. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല ശരിക്കും, നേരിട്ട് ഇവിടെ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാനേ ഉള്ളൂ. കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ijk-യിൽ xyz റീപ്ലേസ് ചെയ്യുന്നതാണ്. സോ x plus y plus z ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്തെന്താണ്? ഇത് രണ്ടും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതാണ്. സോ 1 + 1 2. ഇത്രേ വേണ്ടൂ, ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസറിലേക്ക് പോയ വഴി എന്നറിയാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. അടുത്ത പ്രോബ്ലം, ഡിസ്റ്റൻസ് ഫ്രം ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഒരു പോയിന്റിലേക്ക്, ഇതാണൊരു പ്ലെയിൻ. ഈ പ്ലെയിനിലേക്ക് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. എന്താണ് പോയിന്റ്? 4 2 3. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ PM എന്നെല്ലാം മാർക്ക് ചെയ്യും. വി ഹാവ് ടു കാൽക്കുലേറ്റ് PM. ഫോർമുല അറിയാലോ? ഫോർമുല അറിയാം. ഫോർമുലയ്ക്ക് ഇവിടെ നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷൻ വേണം. എന്താണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ? ഇവിടെ നമുക്ക് XYZ പകരം ijk-ക്ക് പകരം XYZ കൊടുക്കുക. 6x plus 2y minus 9z minus 46 equal to 0. പ്ലെയിൻ ഇക്വേഷൻ ആയി. ദെൻ D is equal, അല്ലെങ്കിൽ PM is equal to മോഡുലസ് ഓഫ് പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 6 24 ആണ്. 2 × 2 4 plus 4 minus 27 minus 46 divided by root of 6 square 36 plus 4 plus 9 square 81. That is equal to, what is the numerator? 24 plus 4 28. ഇവിടെ 73 വരും അല്ലേ. 73 മൈനസ് പ്ലസ് മൈനസ് മാറുന്ന കുഴപ്പമൊന്നുമില്ല, കാരണം മോഡുലസിനുള്ളിലാണല്ലോ. 28. uh, 45. Numerator is 45 and denominator is 121 and its root is 11. 45 divided by 11 is their answer. Option C you can see. Okay. അടുത്ത പ്രോബ്ലം, സം ഓഫ് ദ ഇൻ്റർസെപ്റ്റ്സ്. ഇവിടെയും നമ്മൾ ഇൻ്റർസെപ്റ്റ്സ് ചെയ്യാൻ
നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിലേക്ക് പോകണം. എല്ലാ പ്രോബ്ലവും ഏകദേശം ഒരേ സ്റ്റെപ്പിലാണ് പോകുന്നത്. വെക്ടറിൽ തന്നിരിക്കുന്നു, കാർട്ടീഷ്യനിലേക്ക് മാറ്റുക. എന്ത് ചെയ്താൽ മതി? ഐ ജെ കെക്ക് പകരം XYZ കൊടുത്തു. സോ 3x പ്ലസ് വൈ പ്ലസ് 2z ഈസ് ഈക്വൽ ടു 18. ഇൻ്റർസെപ്റ്റ് കിട്ടാൻ ഡിവൈഡിങ് ബൈ 18 ഓൺ ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ എക്സ് ഡിവൈഡ് ബൈ എത്ര? എക്സ് ഡിവൈഡ് ബൈ 6 പ്ലസ് വൈ ഡിവൈഡ് ബൈ 18 പ്ലസ് സെഡ് ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 1. വി നീഡ് ദ സം ഓഫ് ദി ഇൻ്റർസെപ്റ്റ്സ്. എല്ലാം കൂടി ആഡ് ചെയ്യണം. 24 പ്ലസ് 9 33. 24 plus 9 is equal to 33. Okay. அடுத்த problem 75. Question number 75. The point at which there is a line, that line intersect with the plane XY plane. ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ XY പ്ലെയിനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലൈൻ ഇതവിടെ കാണാം. ഇതാണ് XY പ്ലെയിൻ. XY പ്ലെയിനിൽ ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. സോ സ്വാഭാവികമായും നമ്മൾക്കറിയാവുന്നത് ഇവിടെ എന്താണ്? XY0 ആണ് പോയിന്റ്. ഇമീഡിയറ്റ്ലി വാട്ട് യു ക്യാൻ സേ ഈസ് ഇറ്റ്സ് സെഡ് കോർഡിനേറ്റ് ഈക്വൽ ടു 0. Z coordinate equal to 0. സോ നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അതിൻ്റെ പാരാമെട്രി ഫോം, ലൈനിൻ്റെ പാരാമെട്രി ഫോം എന്താണ്? ലൈനിൻ്റെ പാരാമെട്രി ഫോം ഇതെല്ലാം ഒരു ലാംഡയോട് ഇക്വേറ്റ് ചെയ്യണമല്ലോ. ഇതെല്ലാം ഒരു ലാംഡയോട് ഇക്വേറ്റ് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഫോർമുല, ജസ്റ്റ് ഒന്ന് ഫോർമുല എഴുതിയേക്കാം. എക്സ് മൈനസ് x1 ഡിവൈഡ് ബൈ എ ഈസ് ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡ് ബൈ ബി ഈസ് ഈക്വൽ എല്ലാം ഈക്വൽ ടു ലാംഡ എന്നല്ല പറയുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ലാംഡ പ്ലസ് x1 അല്ലെങ്കിൽ x1 പ്ലസ് എ ലാംഡ. ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയല്ലോ, ബാക്കി സിമിലർലി നിങ്ങൾക്ക് പറയാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ലാംഡയോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എല്ലാം ഈക്വൽ ടു ലാംഡയിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. ഞാൻ എൻട്രൻസിലൊക്കെ ഇങ്ങനെ എഴുതണം. ഇവിടെ ലാംഡ എഴുതി. ഇപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2 നേരിട്ട് എഴുതുകയാണ്. ഇനി x equal to lambda plus 2 and y is equal to negative 5 lambda plus 4 and z equal to 0 ആണ്. So z plus z equal to 4 lambda പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് തന്നിട്ടുണ്ട്? ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഈക്വൽ ടു 0 എന്ന് എടുത്തിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. സെഡ് ഈക്വൽ ടു 0. ഓക്കെ. സോ വാട്ട് ഈസ് ലാംഡ ഹിയർ? ലാംഡ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 3 ഡിവൈഡ് ബൈ 4 ആണ്. അത് നമുക്കിനി എക്സും വൈയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതിന് മുമ്പ് ഏതാണ് കണ്ടുപിടിക്കണേന്ന് നോക്കുക. എക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കണ്ടുപിടിച്ചാൽ മതിയാവും. അല്ല, ഏതെങ്കിലും ഒരെണ്ണം സെയിം ആണ്, റിപ്പീറ്റ് ചെയ്യാത്ത ഡിഫറൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് ഒരു കണ്ണ് പോകണം. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം കണ്ടുപിടിച്ച്, ഒരു എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ച് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് ശീലിക്കണം. അപ്പോൾ പെട്ടെന്ന് എക്സും വൈയും കണ്ടുപിടിക്കാനുള്ളൊരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ നോക്കണം. ഇവിടെ സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ടും കണ്ടുപിടിച്ചാൽ മതിയാവും. സോ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 3/4. സോ 2 മൈനസ് 3/4. സോ 8 മൈനസ് 3. Five by four. ഇവിടെ എവിടെയോ തെറ്റിയിട്ടുണ്ടാവുമല്ലോ.
ലാംഡ പ്ലസ് 2 ലാംഡേൻ്റെ വാല്യൂ എത്രയാണ്? 5/4. വൈൻ്റെ വാല്യൂ -5 ഇൻറ്റു ലാംഡ -3/4 +3. That is equal to -15 plus 12 divided by 4. That is equal to -3/4. ഇവിടെ എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ആൻസർ അവിടെ ഇല്ലല്ലോ. ഇതാണ് പ്ലെയിൻ XY പ്ലെയിൻ Z0. x equal to x1 plus a lambda is equal to lambda. X minus 2 is equal to lambda. X equal to lambda plus 2. X equal to lambda plus 2 and y is equal to -5 lambda plus 4. -5 lambda plus 4. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിൽ z plus 3 divided by 4 that is equal to lambda. So z plus 3 is equal to 4 lambda. Z equal to 4 lambda plus 3. ആ സെഡ് 0 ആണ്. 0 is equal to 4 lambda plus 3, that is equal to 4 lambda is equal to -3, lambda is equal to -3/4. -3/4 plus 2, that is equal to -3 plus 8/4, -5/4.